വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിജിത്ത് വ്ളോഗ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ്. കുറച്ച് നാളായി യൂട്യൂബിൽ വീഡിയോ കണ്ടൻറ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ വെറുതെ വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ ഒരു പണിയില്ല എന്ന് കണ്ടപ്പോൾ വെറുതെ എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടാക്കിയാലോ എന്നൊരു ആലോചന. പ്രത്യേകിച്ചൊന്നുമില്ല, വീടും പരസ്യവും അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ആദ്യമേ തന്നെയാണ് ഇതാണ് മീൻ കുഞ്ഞാണ്, ഗപ്പിക്കുഞ്ഞ്. നമുക്ക് പണ്ടൊരു കടയുണ്ടായിരുന്നു, അക്വേറിയം കടയുണ്ട്. ആ ടൈമിലെടുത്ത മീനൊക്കെയാണ് ഗപ്പിക്കുഞ്ഞാണ്. ഇപ്പോൾ ഞങ്ങളാണ്ട് ഈ ഫ്രിഡ്ജിൻ്റെ അകത്ത് വളർത്താണ്ട് ഇതിൻ്റെ അകത്തുണ്ട്, കാണാൻ പറ്റും. നല്ല ഗപ്പിക്കുഞ്ഞ്. പിന്നെ ഇവിടെ കാണുന്ന ഈ ചെടിയും കലാപരിപാടിയൊക്കെ അമ്മയുടെ പരിപാടിയാണ്. ഇത് കണ്ടോ, എന്തൊക്കെയോ സംഭവങ്ങളുണ്ടോ, ഒന്നും എനിക്കറിയത്തില്ല എന്തൊക്കെയാണ്. ഇവിടെ കുറേ ഉണ്ട്, അതുകൊണ്ട് അവിടെ ഉണ്ട് കുറേ, എല്ലാം വെറൈറ്റി ഐറ്റങ്ങളാണ്. ഇനി പിന്നെ ഇവിടെ വേണ്ട, ഇതാണ് ചോളം നിൽപ്പുണ്ട്. ഇത് ഞങ്ങൾ ഒരിക്കലും തമിഴ്നാട് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നത്. അതിൻ്റെ പൂക്കാറായും തോന്നും. പിന്നെ ഒരു സംഭവം പറയുന്നത് ഇതാണ്. ഇതെന്താ സംഭവം എനിക്കറിയത്തില്ല, ഒരു പൂവാണെന്നറിയാം. എന്ത് പൂവാണെന്നറിയാമെന്നൊരു കമൻ്റ് ഇടണം. പിന്നെ ഇത് ഈ കൂട്ടത്തിൽ എവിടെയോ ഒരു വിക്സിൻ്റെ ചെടിയുണ്ട്, വിക്സ്. അത് കണ്ടില്ല, എവിടെയോ ഉണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഞങ്ങളുടെ പെറ്റ്, ഈ പട്ടിക്കുട്ടിയാണ് ലക്കി വരാ വാ. ചാടാനെ കൊണ്ട് കേട്ടോ, മഴയുണ്ട്, 2 ദിവസം കൊണ്ട് തുറന്നു വിട്ടില്ല. അതുകൊണ്ട് ചാടാനെ കൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. ഇത് ഈ കാണുന്ന ഞങ്ങളുടെ വീടിൻ്റെ പുറവശമാണ്. പിന്നെ അതേ ഇങ്ങോട്ട് കാണാണ്ട് ഇവിടെ എറ്റിയാലുണ്ട്. എൻ്റെ മുകളിൽ എന്തൊക്കെ തുണിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആണ്ട് ഇവിടെയൊക്കെ ഓരോന്നൊക്കെ നട്ടേക്കാണ്. കാണുന്ന നേരം ഞങ്ങളുടെ പണ്ടത്തെ മയിൽവാഹനം ഇപ്പോൾ കട്ടപ്പുറത്താണ്. കണ്ട, പണ്ടൊരു കാലത്ത് ഈ റോഡ് ഭരിച്ചിരുന്ന സിംഹമായിരുന്നു. ഇപ്പോൾ കിടക്കുന്ന കിടപ്പുണ്ട്. ഈ മയിൽവാഹനം ഉണ്ട്, വേറൊരാളൂടെ ഉണ്ട്. ഇത് 2ാമത്തെ മയിൽവാഹനം വരുന്നത്. ഇത് ഞങ്ങൾ ശരിയാക്കിയിട്ട് ഇത് ഓടുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് എടുക്കാമായിരുന്നു, മഴയൊക്കെ പിടിച്ച് തുരുമ്പ് പിടിച്ച് ഇതിൻ്റെ ചേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഏതാണ്ട് സാധനങ്ങൾ കയറ്റി വെക്കാനുള്ളൊരു മാർഗ്ഗമായി കാണിക്കുള്ളത്. ഇത് ഏതാണ്ടോ ഇങ്ങനെ കുന്നുപോലെ ഇരിക്കുന്നത്. ഇത് ഇന്നാൾക്കൊരു ദിവസം മഴയൊക്കെ ഇവിടെ ഇടിഞ്ഞ് വീണതാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് വീട്. ഇനിയിപ്പോൾ വെളിയിലിറങ്ങി അവിടെ ആൾക്കാരിക്കാണ്ട് ഞാനിപ്പോൾ വെളിയിലിറങ്ങി. നമുക്കിനി പുറത്തെ കുറച്ച് കാഴ്ചകളാണ്. എൻ്റെ അവിടെ ഇന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അപ്പുറത്തെ വീട്ടുകാരൊക്കെ പ്രാർത്ഥനയിൽ പവറ ബഹളവും ആകുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന കേൾക്കുക. അതുകൊണ്ട് നമുക്ക് നേരെ താഴ്ത്തുക. ഇതുണ്ട്, ഇവിടെ മൊത്തം താഴ്ത്തുക. ഈ കാണുന്നൊരു ഫാക്ടറിയാണ്, സ്റ്റാർ ജാക്ക് എന്ന് പേരുള്ളത് ഫാക്ടറി. അതായത് ഇവിടുന്ന് ഈ ചക്കയും അതുപോലെ കരിച്ചക്ക അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യില്ല, എക്സ്പോർട്ട് ചെയ്യുക. ഇവിടുന്ന് ബിസ്ക്കറ്റും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിസ്ക്കറ്റ്, ജാം, ചക്ക കൊണ്ട് എല്ലാം ഉപയോഗിച്ച് ചക്ക കൊണ്ട് ബിസ്ക്കറ്റ്, ജാം അങ്ങനെയൊക്കെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് വലിയ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ഒരു സംഭവമാണ് ആ കാണുന്ന ഫാക്ടറി. ഇപ്പോൾ റബ്ബർ മരങ്ങളാണ്. ഞങ്ങൾക്ക് ഇത് നേരത്തെ ഞങ്ങൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അവിടെ. അതെല്ലാം ഇപ്പോൾ പോച്ച മുടി കിടക്കും. ഇപ്പം എല്ലാവരും ക്ലാസ്സൊക്കെ തുടങ്ങിയോണ്ട് ഇപ്പോൾ ആരും അങ്ങനെ ഫുട്ബോൾ കളിക്കാനൊന്നും ആരും വരാത്തതുകൊണ്ട് ഞങ്ങളുടെ ഗ്രൗണ്ടും അങ്ങനെ നിലച്ച് കിടക്കുക. കുറച്ച് അങ്ങനെ താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ താഴോട്ട് നോക്കുമ്പോൾ ഒരു വലിയ വയല. പണ്ട് നെൽകൃഷിയൊക്കെ ഉള്ള വയലായിരുന്നു. ഇപ്പോൾ എല്ലാം പോച്ച പിടിച്ച് ഇങ്ങനെ കിടക്കുക. ഇതേ ആ കാണുന്നത് ഒരു ഗ്രൗണ്ടായിരുന്നു. അവിടെ കാണുന്നു പണ്ട് ഞങ്ങൾ അങ്ങനെ താഴെ കുറേ പിള്ളേരുണ്ട്. അവർ ഞങ്ങളെല്ലാം കൂടി കളിക്കുന്ന ഈ ഗ്രൗണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ക്ലാസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പിന്നെ ഇപ്പോൾ ആരും കളിക്കാനും ഇറങ്ങുന്നില്ല. അതുകൊണ്ട് ആ ഗ്രൗണ്ടെല്ലാം ഇങ്ങനെ പോച്ച പിടിച്ച് നശിച്ച്. ഈ കേസിലാണ് ഞാൻ പറഞ്ഞ വയൽ. പണ്ട് കാലത്ത് നെൽകൃഷി നടത്തിക്കൊണ്ടിരുന്ന വയലായിരുന്നു ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ എല്ലാം പോച്ച പിടിച്ച് നശിച്ചു പോയി. നമുക്ക് എന്തായാലും താഴോട്ട് ഇറങ്ങാൻ നോക്കാം. അവിടെ വഴി ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ വഴി ഉണ്ടോ ഇല്ലയോ നോക്കട്ടെ. ഞാനങ്ങനെ പഴയ വഴി കണ്ടുപിടിച്ചു. ഇനി ഇറങ്ങാൻ പറ്റുമോ എന്നാണ് ഡൗട്ട്. ഇവിടെ വലിയ കുഴിയാണ്, നമുക്ക് പോകേണ്ടത് ഈ വഴിയിൽ കൂടെയാണ്. വഴിയിൽ കൂടെ പോകാൻ ഇച്ചിരി പണിയാണ്, എങ്കിലും നമുക്ക് ശ്രമിക്കാം. ഒന്ന് കാല് തെറ്റി പിന്നീട് ഈ കുഴിക്കകത്തോട്ട് കിടക്കും. സൂക്ഷിച്ചിറങ്ങിയെങ്കിലേ ശരിയാവും. പണ്ട് ഈ ഓണപ്പരിപാടിയൊക്കെ സമയത്ത് ഇവിടെ ഏലായിലോട്ടം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു ഈ കണ്ടത്തിൽ. അതായത് ഇങ്ങനെ ഈ കണ്ടത്തിൽ കുറേ ഓട്ട മത്സരം ഏലായിലോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ പരിപാടി നടക്കുന്ന സമയത്ത് ഞാൻ ഈ കാണുന്ന മരക്കുറ്റി ഇവിടെ നിന്ന് ഇങ്ങനെ ആ ഓട്ട മത്സരം കാണുന്ന ഒരു വിഷ്വൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എന്തോ പോലെ ഇവിടെ അങ്ങനെ ഒരു വിധത്തിൽ നമ്മളെ ഈ കുടിമുടി അങ്ങനെ ഇറങ്ങിക്കിട്ടി. പിന്നെ ഇവിടെ നിന്നാണ്ട് വഴി 2ആയിട്ട് തിരിയാം. അന്ന് അങ്ങോട്ടും ഉണ്ട്, പിന്നെ ഇങ്ങോട്ടും ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. നേരത്തെ നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു. ഇപ്പോഴേ എല്ലാം കുണ്ടും കുഴിയെ കിടക്കുക.
ഇത് അവിടെ ഉണ്ടോ ഒരാൾ നോക്കിക്കുന്നുണ്ടോ? പണി കിട്ടി. ഇത് വരുമ്പോൾ നടുക്കൂടെ മുറിഞ്ഞിടക്കും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മഴ ചെയ്തപ്പോൾ വരമ്പെല്ലാം നടക്കണം മുറിഞ്ഞു. പിന്നെയാണ്ട് ഇതുവഴിക്കൂടെ വഴിയുണ്ട്. ഇതുവഴിക്കൂടെ പോയിട്ടും കാര്യമില്ലെന്ന് തുന്നക്കന്തല പോയി നോക്കാം. ആ പോത്തവിടെ നിന്ന് എന്നെ ഇങ്ങനെ നോക്കുക. കണ്ടാ അടിപൊളി പ്ലേസ്. ഇവിടെ വന്നാൽ നല്ല കാറ്റാണ്. ഇത് വെയിലത്ത് ഉച്ചയ്ക്ക് വന്നാൽ നല്ല കാറ്റ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസ്. കണ്ട പണ്ട് ഇവിടെ മൊത്തം നെൽകൃഷിയായിരുന്നു. ഇവിടെ തൊട്ട് ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ നെൽകൃഷിയായിരുന്നു. നല്ല രസമായിരുന്നു ഞങ്ങൾക്ക് കാണാൻ എന്ന് കണ്ടിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ കണ്ടിട്ടില്ല, എങ്കിലും എനിക്ക് ഓർമ്മയുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന ഇച്ചിരി ടാസ്ക്കാന്ന് തോന്നുന്നത്. കണ്ട മൊത്തം ചെളി ഇങ്ങനെ വരമ്പുണ്ട്. നേരത്തെ ഇതുവഴിയായിരുന്നു. ഇതുവഴി ഇങ്ങനെ ചെന്ന് ഒരു സർവേ കല്ല് പോലെ പാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ ക്രോസ് കയറി അങ്ങനെ പോകുമായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് വഴി. ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടണം. വേണ്ട, വെറുതെ റിസ്ക് എടുക്കണം, നമുക്ക് വേറെ വഴിയാണ്. നമ്മൾ വീണ്ടും തിരിച്ച് വന്ന വഴി കൂടെ പുറമോട്ട് പോവുകയാണ്. അവിടെ കുറച്ച് വീഡിയോ എടുക്കാൻ നോക്കാം. വരമ്പെല്ലാം പോയി കൊള്ളത്തില്ല. ഇതാണ് മുമ്പ് വന്ന വഴി, ഇറങ്ങി വന്ന വഴി. തിരിച്ചിത് കൂടെ കയറുമ്പോൾ സീൻ നമുക്ക് വേറെ പോവാം. നമ്മൾ നടന്ന് ഇങ്ങനെ വരുമ്പം ഞാൻ മുമ്പേ കാണിച്ച ഗ്രൗണ്ടിലോട്ട് കയറും. കാണിച്ചു തരാവേ. ഇതാണ് മുമ്പേ ഞാൻ മുമ്പേ കാണിച്ച ഗ്രൗണ്ട്. ഇവിടെ പറയുന്നത് വൃന്ദാവനം എന്ന സ്ഥലത്തിന് പറയുന്നത്. കാരണം എന്തൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റ്, നല്ല തണുപ്പൊക്കെയാണ്. ഇതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട്. എല്ലാം നശിച്ചു. മഴ കഴിയുമ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴിക്കും. ഇതായിരുന്നു ഞങ്ങളുടെ ഫുട്ബോൾ ഗ്രൗണ്ട്. ഫുട്ബോൾ ഗ്രൗണ്ടും ക്രിക്കറ്റും എല്ലാം ഞങ്ങൾ ഇവിടെ കളിക്കുന്നത്. അങ്ങനെ ആരും ഇല്ലാത്തതിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. അവിടെ നിന്ന് നേരെ ഈ വരമ്പേ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കുളം ഒന്നുമില്ല. നേരത്തെ നല്ല രസമായിട്ട് കാണാൻ പറ്റും. നിറച്ച് വെള്ളവും കുറേ മീനുകളൊക്കെ ഉള്ള കുളം വരുന്നത് ഈ കാണാതെ. ഇപ്പോഴും വെള്ളമുണ്ട്, പക്ഷെ അങ്ങനെ ആരും വെള്ളമൊന്നും എടുക്കത്തില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാണുന്നത് ഞങ്ങളുടെ സ്വന്തം കണ്ടമാണ്. അവിടെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഈ കാണാൻ റബ്ബറും തൈയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. ഇതാണ് ഞങ്ങളുടെ കണ്ടം. ഇവിടെയും കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്. നേരത്തേക്ക് നല്ല രസമായിട്ട് നമ്മളെ കാണാം. ഇപ്പോൾ വഴിയെല്ലാം മോശം. അവിടെ ഒരു മാവുണ്ടായിരുന്നു, ഇത് വെള്ളം തോന്നും. എന്താ ഇവിടെ എല്ലാതരം കൃഷികളും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് റബ്ബറും കാര്യങ്ങളൊക്കെ വെച്ച്. മഴയൊക്കെ വേണ്ടായിരിക്കാം കൃഷികൾ നിർത്താത്തത്. ഈ പാത്തിയിൽ മീനുണ്ട്. നേരത്തെ വലിയ വരാലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വരാലൊക്കെ ഉണ്ടോ അറിയില്ല. കല്ല. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തോട്ടമുണ്ട്. ആ തോട്ടം കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും പിന്നെ കൈതത്തോട്ടമാണ്. അങ്ങോട്ട് ഇപ്പോഴേ പോയി കഴിഞ്ഞാൽ സീന. ഇത്രയൊക്കെ ഉള്ളു കണ്ടത്തിലെ കാഴ്ച. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ തോടുണ്ട്. ആ വരമ്പ് കൂടെ കിടക്കുകയുണ്ട്. അങ്ങോട്ട് പോകാനുള്ള വഴി ഇല്ല. നമ്മൾ വന്ന വഴി തിരിച്ചു പോവാം. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാം. ഇനി കയറ്റോ. ഇതാ ഞാൻ മുമ്പ് കാണിച്ച ഗ്രൗണ്ട്. അവിടെ നേരെ നമ്മൾ റോഡിലോട്ട്, അവിടെ നിന്ന് നേരെ അടുത്ത് കയറി നേരെ വിത്തോട്ട്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ നേരെ റോഡിൻ്റെ അടുത്ത് എത്താറായി. ഈ കയ്യിലൊക്കെ ഇട്ട് മലയൊക്കെ കഴിഞ്ഞ റോഡാണ്. അയ്യോ അടച്ചി. ഇതേ സ്റ്റെപ്പുണ്ട്. ഇതിൽ കയറാം. ഇതാ കുറച്ച് എളുപ്പം. ഇതൊരു വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പുതുമല ജംഗ്ഷനിൽ പോകാം. പിന്നെ അവിടെ നിന്ന് വലത്ത് പോയി കഴിഞ്ഞാൽ SNIT കോളേജ്, തേപ്പുപാല SNIT കോളേജിൽ പോകാം.
നമ്മൾ ഇവിടെ നേരെ ഇങ്ങോട്ട് പോകാം. ഇനി ഇവിടെ ഒരു കയറ്റമുണ്ട്. ആ കയറ്റം കയറി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെല്ലാം. അയ്യോ, നമ്മളെ വന്ന വഴി ഇവിടെ നേരെ കുറേ കടന്നെയാണ് ഈ കയറ്റം കയറി ചെന്ന് കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെല്ലാം. ഇപ്പോൾ ആലോചിക്കുക വീഡിയോ എടുക്കണ്ടായിരുന്നു, അണച്ചൊരു പരുവായി. നേരെ ഓടി വീട്ടിൽ ഇപ്പോൾ മഴ വരുന്നു. നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവിടെ ഇത് രണ്ടുപേരും നോക്കുന്നുണ്ട്. ഹായ് കാണിക്കും.